അതെ പോവല്ലേ, ഒരു വീഡിയോ എടുത്ത് തീർക്കാനുണ്ട്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ റേഞ്ച് കൂടുതലാക്കി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 91% 135 റേഞ്ച്, 145 6 ഇപ്പോൾ ഫുള്ളിൽ കിട്ടണേ. അത് നമ്മുടെ പഴയ വീഡിയോയിലുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ ഏപ്പാ ഇങ്ങോട്ട് നോക്ക്. അത് പറഞ്ഞു കൊടുത്തിട്ട് പോവാന്ന്. ഇപ്പോൾ അതേ ഇതിൽ നമുക്ക് ഇപ്പോൾ 91% 170 186 കിട്ടുന്നുണ്ട്. പിന്നെ നോർമൽ മോഡിൽ 135, അത് 91%, 146 കിട്ടും. പിന്നെ സ്പോർട്സിൽ 119, അത് 127 കിട്ടും. ഈ 127 നമുക്ക് നോർമലിലാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അത് സ്പോർട്സിൽ നമുക്ക് 127 കിട്ടുന്നുണ്ട് 100%. ഇപ്പോൾ 91% ഞാൻ വണ്ടി കുറച്ച് ഓടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ വണ്ടിയിൽ നമുക്ക് ചെയ്യാനുള്ളത്, വണ്ടിയുമ്പോൾ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്ക് എല്ലാം ചെയ്യാനുള്ളത് ഇവിടെ ഓലയുടെ ആപ്പ് ഉണ്ട്. ഇതിൽ ഇത് കണ്ടോ ഓലയുടെ ആപ്പ്, അതിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത് വണ്ടി സ്റ്റാൻഡിലിട്ട് വയ്ക്കുക. സ്റ്റാൻഡിലിട്ട് വെച്ചിട്ട് നമ്മൾ ചാവി ഓണാക്കിയിടുക. കുറേ പേര് നമ്മൾ ഓലയുടെ ആപ്പിൽ അപ്ഡേഷനിലെ സെറ്റിങ്സ് ചെയ്യാൻ നേരത്ത് ഈ സ്റ്റാൻഡ് ഇടാതെ സ്റ്റാൻഡ് തട്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓലയുടെ ആപ്പ് തുറക്കുകയാണ്, കണ്ടോ? തുറക്കണ സമയത്ത് അൺലോക്ക് ആൻഡ് റെഡി ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സംഭവം കയറിയിരുന്ന വണ്ടിയിൽ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് ഞാൻ ഒന്ന് ഫുള്ള് ബാക്ക് അടിച്ച് കളയാണേ. അതൊക്കെ കളഞ്ഞു. ഇനി അത് വണ്ടിയുടെ സ്റ്റാൻഡ് തട്ട്. ഓക്കെ, സ്റ്റാൻഡ് തട്ടിയില്ലേ? സ്റ്റാൻഡ് തട്ടിയിട്ട് അത് നോർമലാക്കി. ഇപ്പോൾ ഇത് നോർമലിലേക്ക് എടുക്കണേ. നമ്മളിപ്പോൾ ഈ സമയത്ത് ഫോണിൽ ഓല എന്നുള്ള ഇത് അപ്പോൾ കണ്ടാ വണ്ടി ഓൺ ദ മൂവ് കാണിക്കണേ. ഈ സമയത്ത് നമുക്കൊരു സെറ്റിങ്സ് നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സെറ്റിങ്സ് ചെയ്യണത് ഈ ഓലയുടെ ഈ ചിഹ്നത്തിലെടുത്തിട്ട് സ്കൂട്ടർ സെറ്റിങ്സ് ആണ്. എന്നിട്ട് ഈ റൈഡിങ്ങിലാണ് നമ്മളിത് കൂട്ടിയിടുന്നത്. ഈ സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് തട്ടിക്കോ, സ്റ്റാൻഡിലിടാം വണ്ടി എപ്പോഴും. സ്റ്റാൻഡിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചാവി ഓണാക്കിയിടാം. ഇങ്ങനെ ഫസ്റ്റ് ഒന്നുമില്ല, നേരെ ചാവി ഓണാക്കി ഈ പാർക്കിഡ് എന്നുള്ള സെറ്റപ്പിലാക്കി വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഓലയുടെ ആപ്പ് അത് നമുക്ക് ഫുൾ ടൈം കറക്റ്റൊന്നും ആയിരിക്കില്ല. ചില സമയത്തൊക്കെ ഒരു ഹാങ് ആവണ പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഓലയുടെ ആപ്പ് എടുക്കുക. വേണ്ട ഈ അൺലോക്ക് ആൻഡ് റെഡി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരുമ്പോൾ നേരെ ഈ സ്കൂട്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ സ്കൂട്ടർ സെറ്റിങ്സ് ഉണ്ട്, അതെടുക്കുക. അതെടുത്തിട്ട് ഈ റൈഡിങ് മോഡുണ്ട്, അതിൽ ബ്രേക്ക് ബൈ വയർ എന്നുള്ള സംഭവം ഹൈ ആക്കി കൊടുക്കുക. എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഹൈ ആണ്. ഈ ഹൈ ആക്കി കൊടുക്കുമ്പോൾ ഇവിടെ സിങ്കിങ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അപ്പോൾ അതേ സമയത്ത് തന്നെ വണ്ടിയിൽ ഈ ഹൈ എന്നുള്ള സംഭവം ഓണായി എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അതേപോലെ തന്നെ അത് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നു. രണ്ടാമത്തത് ഇതുപോലെ ഹൈ അടിച്ച് കഴിഞ്ഞാൽ വലിയ ഈ സംഭവം, അതായത് റീജനറേഷൻ്റെ ഇതും ഹൈ ആക്കി ഇടണം. ഈ സംഭവം രണ്ടും ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വണ്ടിയിൽ അപ്പോൾ കാണിക്കും രണ്ട് സംഭവം ഓക്കെയാണ്, ഹൈ ആയി എന്നും പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അപ്പോൾ ആ ഹൈ ആയി എന്ന് കാണിക്കുന്ന സമയത്ത് തന്നെ ചാവി ഇവിടെ ഓഫാക്കുക നമ്മൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഓണാക്കുക. അപ്പോൾ ഇവിടെ റേഞ്ച് കൂടിയതായിട്ട് നമുക്ക് കാണും. ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിൽ സെറ്റിങ്സിൽ ഫോണിൽ സെറ്റിങ്സിൽ ഓക്കെ അടിച്ചു, അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് കാണുമ്പോൾ നേരെ നോർമലിൽ വണ്ടി സ്റ്റാൻഡ് തട്ടുന്നു, നോർമലിൽ ഇടുന്നു, വണ്ടി ഓടിച്ച് പോകുന്നു. അപ്പോൾ ഇത് മാറില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ സെറ്റിങ്സൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചാവി ഓഫ് ചെയ്യുക, വീണ്ടും ഓൺ ചെയ്യുക. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ടാവും. ഇനി അത് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത ആ ഷോറൂമിൽ പോവുക, അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് കാര്യങ്ങൾ പറയുക. അപ്പോൾ അവർ നമുക്ക് ചെയ്തു തരുന്നതാണ്.
ഇത് മറ്റേ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഫസ്റ്റ് വണ്ടി എടുത്തിട്ട് എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിരുന്നു. അത് പിന്നെ വേറെ അപ്ഡേഷനൊന്നും കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ പോയി ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് റേഞ്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ ഓലയുടെ വീഡിയോസും ഞങ്ങളുടെ ഫാമിലി വീഡിയോസൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോസൊക്കെ കണ്ടൊന്ന് സഹകരിക്കുക. ഓക്കെ, താങ്ക്